എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എത്ര കരിഞ്ഞ പാത്രവും അതിന്റെ പഴയ നിറത്തിലേക്കും തിളക്കത്തിലേക്കും കൊണ്ടുവരാനായിട്ട് ചില വഴികളുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അത് മറന്നു പോവുകയോ അല്ലെങ്കിൽ പാത്രം കരിഞ്ഞ് മണം വരിക എന്നുള്ളതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? എല്ലാ വീട്ടമ്മമാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എത്രയൊക്കെ തേച്ചുറച്ചു കഴിഞ്ഞാലും ഇതിന്റെ ആ ഒരു പഴയ നിറത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ പാത്രങ്ങളുടെ കരിയൊക്കെ മാറ്റി നല്ല തിളക്കമുള്ള പാത്രങ്ങളാക്കി എടുക്കാനായിട്ട് കുറച്ച് വഴികൾ ഉണ്ട്. അപ്പോ ആദ്യമായിട്ട് നമുക്ക് ഇതിന് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. ഒരു 2 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇത് ചേർക്കുമ്പോൾ തന്നെ നല്ല നൂരയും പതിയൊക്കെ വരുന്നത് കാണാൻ സാധിക്കും. ഈ കരിഞ്ഞ പാത്രങ്ങളൊക്കെ വെളുപ്പിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പരിഹാര മാർഗമാണ് കേട്ടോ ഈ ബേക്കിംഗ് സോഡയും വിനാഗിരിയും. അപ്പോ നമ്മൾ ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ അത് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 15 മിനിറ്റ് അതുപോലെ തന്നെ നമ്മൾ വെക്കണം കേട്ടോ. ഇത് ഉടനെ എടുത്തിട്ട് നമ്മൾ പാത്രങ്ങളിൽ അപ്ലൈ ചെയ്യല്ല വേണ്ടത്, മറിച്ച് ഇത് കുറച്ചു നേരം അവിടെ ഒന്ന് വെക്കണം. നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേരാനായിട്ടുള്ള ഒരു സമയം നമ്മൾ അവിടെ അനുവദിച്ചു കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതെടുത്ത് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കരിഞ്ഞ പാത്രങ്ങളുടെ ഭാഗത്തായിട്ട് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡയും അതിന്റെ മേലെ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് അങ്ങനെയായാലും ചെയ്യാം. പക്ഷെ ഇതായിരിക്കും കൂടുതൽ റിസൾട്ട് തരുന്നത്. അപ്പോ ഒരു കരിഞ്ഞ പഴയ പാത്രം എടുത്തിട്ടാണ് കേട്ടോ ഞാനിതിവിടെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്തിട്ടുള്ള ആ ലായനിയില് മുക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഒരു സ്ക്രബ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാണ് കേട്ടോ. നന്നായി ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെയാണോ കറകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോയി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അതായത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സോപ്പ്, അതാണ് കേട്ടോ നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. പാത്രമൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സോപ്പിൽ കുറച്ച് മാത്രമായിട്ട് എടുത്താൽ മതി കേട്ടോ. ചെറിയൊരു പീസ് മാത്രം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതിന്റെ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ വളരെ കുറച്ച് മാത്രം ഞാൻ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ അതൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഈ സ്പൂണ് തിരിച്ചു പിടിച്ചിട്ടാണ് കേട്ടോ ഇത് ഇളക്കി കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് നന്നായിട്ട് തന്നെ ആ എല്ലാ വിനാഗിരിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ആ സോപ്പ് കൂടി മിക്സ് ആവുന്ന തരത്തില് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് കൈയൊന്നും വെച്ചിട്ട് ചെയ്യരുത്, സ്പൂൺ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ആ കട്ടകളൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരണം ആ ഒരു സോപ്പ്. അപ്പൊ അതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതൊരു പാത്രത്തില് ഉറച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ റിസൾട്ട്. അപ്പൊ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പൊ അതിൽ നിന്ന് നമ്മള് കുറച്ചായിട്ട് എടുത്ത് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മിക്സ് 15 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് ഉണ്ടാവും. വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിയും കറയൊക്കെ ഇളകി പോരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി അതിനേക്കാൾ എളുപ്പമുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഈ പറയുന്നത്. കുറച്ച് ഉപ്പിലേക്ക് നമ്മള് ഒരു നാരങ്ങ 2ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഉപ്പിലോട്ട് മുക്കിയെടുക്കാവുന്ന. അപ്പൊ ഞാൻ 2 തവണ അതൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ കരിയുള്ളത് ആ ഭാഗത്തൊക്കെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് മൊത്തമായിട്ട് ഉരയ്ക്കേണ്ട ആവശ്യമില്ല. കരിഞ്ഞ ഭാഗങ്ങളിൽ മാത്രം ഉരയ്ക്കാനായിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി. എല്ലാം നല്ല റിസൾട്ട് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.